വെൽക്കം ബാക്ക് ടു മിസ്റ്ററി ഫയൽസ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളെ പോലും വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രഹസ്യ രേഖയെക്കുറിച്ചാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന കോടീശ്വരന്റെ ഇരുണ്ട സാമ്രാജ്യത്തിലെ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ നമ്മൾ ഇത്രയും കാലം ആരാധിച്ചിരുന്ന പല പ്രമുഖരുടെയും യഥാർത്ഥ മുഖം കണ്ട് ലോകം ഞെട്ടി നിൽക്കുകയാണ്. വെറുമൊരു ക്രിമിനൽ കേസ് എന്നതിലുപരി പണവും സ്വാധീനവും ഉള്ളവർക്ക് ഒരു സമൂഹത്തെ മുഴുവൻ എങ്ങനെ നിശബ്ദമാക്കാം എന്നതിന്റെ ഭീകരമായ തെളിവാണ് ഈ എപ്സ്റ്റീൻ ഫയലുകൾ. ഒരു സ്വകാര്യ ദ്വീപ്, അവിടെ വരാറുണ്ടായിരുന്ന അതിസമ്പന്നർ, അവർക്കിടയിൽ ഇരകളാകപ്പെട്ട നൂറുകണക്കിന് പിഞ്ചുകുഞ്ഞുങ്ങൾ. കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ എന്ന് തോന്നാമെങ്കിലും ഇത് പച്ചയായ സത്യമാണ്. ഈ ലിസ്റ്റിലുള്ള പേരുകൾ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. രാഷ്ട്രീയക്കാർ, സിനിമാ താരങ്ങൾ, ശാസ്ത്രജ്ഞർ എന്നിങ്ങനെ ആ പട്ടിക നീളുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ദ്വീപിൽ നടന്നത്? എപ്സ്റ്റീൻ എന്ന മനുഷ്യൻ എങ്ങനെയാണ് ലോകത്തെ മുൾമുനയിൽ നിർത്തിയത്? നമുക്ക് നോക്കാം എപ്സ്റ്റീൻ ഫയൽസിലെ ഇതുവരെ കാണാത്ത ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ. ആരായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ? അമേരിക്കയിലെ ബ്രൂക്ലിനിൽ സ്കൂൾ അധ്യാപകനായിരുന്ന ഒരു കണക്ക് ടീച്ചറായിരുന്ന ഭൂതകാലത്തിൽ നിന്ന് കോടീശ്വരന്മാരുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി മാറിയ ചരിത്രമാണ് ജെഫ്രി എപ്സ്റ്റീനുള്ളത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അയാൾ വെറും ഒരു കോടീശ്വരനായ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയിരുന്നു. ഒരു സാധാരണക്കാരനായി ജീവിതം തുടങ്ങിയ എപ്സ്റ്റീൻ എങ്ങനെയാണ് ഇത്രയധികം സ്വത്തും ലോകത്തെ പ്രമുഖരുമായി ഇത്ര അടുത്ത ബന്ധവും ഉണ്ടാക്കിയെടുത്തത് എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. അമേരിക്കൻ മുൻ പ്രസിഡന്റുമാർ മുതൽ ബ്രിട്ടീഷ് രാജകുടുംബാംഗങ്ങൾ വരെ അയാളുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ലോകത്തെ നിയന്ത്രിക്കുന്ന വമ്പൻ സ്രാവുകൾക്കൊപ്പം വിമാനങ്ങളിലും ആഡംബര പാർട്ടികളിലും അയാൾ സ്ഥിരം സാന്നിധ്യമായിരുന്നു. എന്നാൽ ഈ ആഡംബരങ്ങൾക്കെല്ലാം പിന്നിൽ അങ്ങേറ്റം ക്രൂരമായ ഒരു അധോലോകം അയാൾ പടുത്തുയർത്തിയിരുന്നു എന്നതാണ് സത്യം. എപ്സ്റ്റീന്റെ സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ബിന്ദു കരീബിയൻ കടലിലുള്ള ലിറ്റിൽ സെയിന്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപായിരുന്നു. 1998 ജെഫ്രി എപ്സ്റ്റീൻ ഏകദേശം $7.9 ദശലക്ഷം സ്വന്തമാക്കിയ ഈ ദ്വീപ് വെറും ഒരു സ്വകാര്യ സ്വത്ത് മാത്രമല്ലായിരുന്നു, മറിച്ച് സകല നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന ഒരു സമാന്തര സാമ്രാജ്യമായിരുന്നു. ഏകദേശം 70 ഏക്കറിലധികം പരന്നു കിടക്കുന്ന മനോഹരമായ ദ്വീപ് പുറലോകത്തിന് ഒരു വെക്കേഷൻ കേന്ദ്രമായിരുന്നു. ഏക്കർ വിസ്തൃതിയുള്ള ഈ ഭൂമിയിൽ കൊട്ടാര സദൃശമായ വസതികൾ, ഹെലിപാഡുകൾ, അത്യാധുനികമായ ലൈബ്രറികൾ എന്നിവയ്ക്ക് പുറമെ സ്വർണ്ണ താഴികക്കുടമുള്ള നിഗൂഢമായ ഒരു കെട്ടിടവും അദ്ദേഹം നിർമ്മിച്ചു. ഒരു ആരാധനാലയത്തിന് സമാനമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത ആ കെട്ടിടം ദ്വീപിലെ ഏറ്റവും ദുരൂഹത നിറഞ്ഞ ഒരിടമായിരുന്നു. എന്നാൽ ആ ദ്വീപിന്റെ ഉള്ളിൽ നടന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന കൊടും ക്രൂരതകളാണ്. ലോകത്തെ ഉന്നതർ രഹസ്യമായി വന്നിറങ്ങുന്ന ഈ ദ്വീപിനെ കുറിച്ച് പിന്നീട് പുറത്തു വന്ന കഥകൾ ഏതൊരു മനുഷ്യന്റെയും ഉറക്കം കെടുത്തുന്നതായിരുന്നു. ഈ മനോഹരമായ ദ്വീപ് പിൽക്കാലത്ത് അറിയപ്പെട്ടത് പീഡിയോഫൈൽ ഐലൻഡ് അഥവാ പീഡകരുടെ ദ്വീപ് എന്നാണ്. എപ്സ്റ്റീനും അയാളുടെ പങ്കാളിയായ ഗിസ്ലെയിൻ മാക്സ്വെല്ലും ചേർന്ന് പ്രായപൂർത്തിയാകാത്ത നൂറുകണക്കിന് പെൺകുട്ടികളെ ചതിയിലൂടെയും ഭീഷണിയിലൂടെയും ഇവിടെ എത്തിച്ചിരുന്നു. മോഡലിംഗ് രംഗത്തോ സിനിമയിലോ അവസരം നൽകാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നിരുന്ന ഈ കുഞ്ഞുങ്ങൾ അവിടെ അതിക്രൂരമായ പീഡനങ്ങൾക്കും ലൈംഗിക അടിമത്തത്തിനും ഇരയായി. പണവും സ്വാധീനവുമുള്ള അതിഥികൾക്ക് വേണ്ടി ഈ കുട്ടികളെ എപ്സ്റ്റീൻ കാഴ്ചവെച്ചു. ഈ ദ്വീപിലെ ആഡംബര മുറികൾക്കുള്ളിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളികൾ അധികൃതർ കാണാതെ പോയി, അല്ലെങ്കിൽ പണം കൊണ്ട് എപ്സ്റ്റീൻ അത് മൂടിവെച്ചു. വെറുമൊരു ലൈംഗിക അതിക്രമം എന്നതിലുപരി ഇതൊരു വലിയ ബ്ലാക്ക്മെയിലിംഗ് ശൃംഖലയായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. തന്റെ ദ്വീപിലെത്തുന്ന പ്രമുഖരുടെ രഹസ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി അവരെ തന്റെ വരുതിയിലാക്കാൻ എപ്സ്റ്റീൻ ഇത് ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്നു.
അതുകൊണ്ടാണ് വർഷങ്ങളോളം ഇത്രയധികം കുട്ടികൾ ഇരയാക്കപ്പെട്ടിട്ടും നിയമത്തിന് അയാളെ ഒന്ന് തൊട്ടുപോലും നോക്കാൻ കഴിയാതിരുന്നത്. നിയമവ്യവസ്ഥയെയും അധികാര കേന്ദ്രങ്ങളെയും കാൽക്കീഴിലാക്കി ജെഫ്രി എപ്സ്റ്റീൻ പടുത്തുയർത്തിയത് അധർമ്മത്തിന്റെ വലിയൊരു കോട്ടയായിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ ഈ ക്രൂരതകൾക്കെല്ലാം പണം നൽകിയപ്പോൾ അത് പ്രായോഗികമായി നടപ്പിലാക്കിയത് ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന സ്ത്രീയായിരുന്നു. ഒരു പെൺകുട്ടിക്ക് മറ്റൊരു സ്ത്രീയോട് തോന്നുന്ന വിശ്വാസത്തെയാണ് ഇവർ ചൂഷണം ചെയ്തത്. സാധാരണയായി ഇത്തരം കെണികളിൽ പുരുഷന്മാരെയാണ് കുട്ടികൾ കൂടുതലും ഭയപ്പെടാറുള്ളത്. എന്നാൽ മാക്സ്വെൽ ഒരു അമ്മയെ പോലെയോ അല്ലെങ്കിൽ ഒരു സഹോദരിയെ പോലെയോ പെരുമാറി കുട്ടികളുടെയും അവരുടെ കുടുംബത്തിന്റെയും വിശ്വാസം നേടിയെടുത്തു. ഈ വിശ്വാസമാണ് പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം തകർത്ത വലിയൊരു ചതിയായി മാറിയത്. വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് ഇവർ ഇരകളെ കണ്ടെത്തിയിരുന്നത്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളെയായിരുന്നു ഇവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. മോഡൽ റിക്രൂട്ട്മെന്റ് സ്ഥാപനം ഉപയോഗിച്ച് അയാൾ ഇരകളെ കണ്ടെത്തി. മോഡലിംഗ് രംഗത്ത് വലിയ അവസരങ്ങൾ നൽകാം, വിദേശത്ത് പോയി പഠിക്കാൻ സഹായിക്കാം, അല്ലെങ്കിൽ പ്രമുഖ വ്യക്തികളെ പരിചയപ്പെടുത്തി ജീവിതം സെറ്റാക്കി തരാം എന്നിങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് കുട്ടികളെ വലയിലാക്കിയിരുന്നത്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കണ്ട സ്വപ്നങ്ങളെയാണ് മാക്സ്വെൽ എപ്സ്റ്റീന്റെ മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തത്. പെൺകുട്ടികളെ നേരിട്ട് ഉപദ്രവിക്കുന്നതിന് പകരം ഗ്രൂമിംഗ് എന്നൊരു മനഃശാസ്ത്രപരമായ തന്ത്രമാണ് ഇവർ ഇവിടെ ഉപയോഗിച്ചത്. ആദ്യം കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകിയും അവരെ ആഡംബര യാത്രകൾക്ക് കൊണ്ടുപോയും അവരുടെ പേടി മാറ്റിയെടുക്കും. എപ്സ്റ്റീനെ ഒരു വലിയ ഉപകാരിയായി കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. പതുക്കെ പതുക്കെ ഇതൊരു സാധാരണ കാര്യമാണെന്ന് കുട്ടികളെ വിശ്വസിപ്പിക്കുകയും അവരെ മാനസികമായി തളർത്തി ലൈംഗിക അടിമത്തത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. ഒരിക്കലും ഈ കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ്. എപ്സ്റ്റീന്റെ സ്വാധീനത്തെക്കുറിച്ചും നിയമം തന്റെ പോക്കറ്റിലാണെന്നും അയാൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ നിന്നെ ആരും വിശ്വസിക്കില്ല എന്നൊക്കെയുള്ള ഭീഷണികൾക്ക് മുന്നിൽ ആ കുഞ്ഞുങ്ങൾ നിശബ്ദരായി. പുറലോകത്തിന് മുന്നിൽ അതിസമ്പന്നരുടെ സുഹൃത്തായി നടന്ന മാക്സ്വെൽ യഥാർത്ഥത്തിൽ നൂറുകണക്കിന് പെൺകുട്ടികളുടെ ജീവിതം നരകതുല്യമാക്കിയ ഒരു ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു. എന്നാൽ എപ്സ്റ്റീന്റെ ക്രൂരതകൾ ആ ദ്വീപിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നില്ല. അതിനായി അയാൾ ഉപയോഗിച്ചിരുന്ന സ്വന്തം വിമാനമാണ് ലോലിത എക്സ്പ്രസ് എന്ന പേരിൽ കുപ്രസിദ്ധമായത്. ഒരു ബോയിങ് 727 വിമാനത്തെ എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി അയാൾ പുനർനിർമ്മിച്ചു. എന്നാൽ ഈ വിമാനം കേവലം യാത്രകൾക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ തന്റെ ദ്വീപിലേക്കും മറ്റ് വസതികളിലേക്കും കടത്തിക്കൊണ്ടുവരാൻ അയാൾ ഈ വിമാനം ഉപയോഗിച്ചു. വിമാനത്തിനുള്ളിൽ വെച്ചും കുട്ടികൾ അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നാണ് പിന്നീട് അന്വേഷണത്തിലൊക്കെ വെളിപ്പെട്ടത്. ഇതിനുള്ളിൽ ആഡംബര കിടപ്പുമുറികളും അത്യാധുനിക സൗകര്യങ്ങളും എപ്സ്റ്റീൻ ഒരുക്കിയിരുന്നു. എന്നാൽ ഈ ആഡംബരങ്ങൾക്കെല്ലാം പിന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ രാജ്യാന്തര അതിർത്തികൾ കടത്തിക്കൊണ്ടുവരാനുള്ള വലിയൊരു മാഫിയ ശൃംഖലയായാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ വിമാനത്തിലെ യാത്രാരേഖകൾ അഥവാ ഫ്ലൈറ്റ് ലോഗ്സ് പുറത്തു വന്നപ്പോഴാണ് ലോകം ശരിക്കും ഞെട്ടിയത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ തുടങ്ങി ലോകത്തെ അതിപ്രധാനികളായ പലരും ഈ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ പ്രമുഖർക്കെല്ലാം എപ്സ്റ്റീന്റെ വിമാനത്തിൽ എന്തായിരുന്നു കാര്യം? അവർ ആ ദ്വീപിലേക്ക് എന്തിനാണ് പോയത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും കൃത്യമായ ഉത്തരമില്ല. ലിസ്റ്റിലുള്ള എല്ലാവരും കുറ്റവാളികളാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആ വിമാനത്തിലെ ഓരോ യാത്രയും എപ്സ്റ്റീന്റെ അധോലോകത്തിന്റെ വ്യാപ്തി എത്രത്തോളം ആയിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. ഒരിക്കൽ ഈ വിമാനത്തിൽ കയറ്റി ദ്വീപിൽ എത്തിച്ചാൽ ആ പെൺകുട്ടികൾ പുറംലോകത്തിന് അദൃശ്യരായി മാറുമായിരുന്നു. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ആഴക്കടലും ആയുധധാരികളായ സെക്യൂരിറ്റികളും നിഗൂഢമായ നിരീക്ഷണ ക്യാമറകളും ആ ദ്വീപിനെ ഒരു ഹൈടെക് തടവറയാക്കി മാറ്റിയെന്ന് പറയാം. അവിടെ നിന്ന് നീന്തി രക്ഷപ്പെടുകയോ സഹായത്തിനായി ആരെയും വിളിക്കുകയോ ചെയ്യുക എന്നത് സാധ്യമായിരുന്നില്ല. വർഷങ്ങളോളം മൂടിവെക്കപ്പെട്ട ആ സത്യങ്ങൾ ഒടുവിൽ കോടതി വിധിയിലൂടെ പുറത്തു വന്നപ്പോഴാണ് എപ്സ്റ്റീന്റെ ബന്ധങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്ന് ലോകത്തിന് മനസ്സിലായത്. ആയിരക്കണക്കിന് പേജുകളുള്ള കോടതി രേഖകളിൽ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ലിസ്റ്റ് പുറത്തു വന്നതോടെ പല പ്രമുഖരുടെയും കരിയറും പ്രതിച്ഛായയും തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ബിൽ ക്ലിന്റൺ, ബിൽ ഗേറ്റ്സ്, ലിയനാർഡോ ഡികാപ്രിയോ, ഡേവിഡ് കോപ്പർഫീൽഡ്, സ്റ്റീഫൻ ഹോക്കിംഗ് എന്നിവർ എപ്സ്റ്റീനുമായി പലതവണ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവരുടെ പേരുകൾ ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ടോ എന്നത് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. എപ്സ്റ്റീന്റെ ഫയലുകളിൽ പേര് വന്ന എല്ലാവരും കുറ്റവാളികളാണെന്ന് അർത്ഥമില്ല. പലരും എപ്സ്റ്റീന്റെ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായോ സാമൂഹിക പരിപാടികളിൽ വെച്ചോ ആണ് അയാളെ പരിചയപ്പെടുന്നത്. പക്ഷേ അയാളുടെ യഥാർത്ഥ മുഖം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സൗഹൃദം തുടർന്നവരാണ് യഥാർത്ഥ കുറ്റവാളികൾ. പലരും ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അവർക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്ക് സാക്ഷികളാണെന്നുള്ള മൊഴികൾ ഈ ഫയലുകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഈ വ്യക്തികളെ ലിറ്റിൽ സെയിന്റ് ജെയിംസിലെ തന്റെ ആഡംബര വസതിയിലേക്ക് അദ്ദേഹം നിരന്തരം ക്ഷണിച്ചു വരുത്തിയിരുന്നു. അതിഥികൾക്കായി അവിടെ ഒരുക്കിയിരുന്ന വിരുന്നുകളും സൗകര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ ലോകത്തെ അമ്പരപ്പിക്കുന്നതായിരുന്നു. എന്നാൽ ഈ സൗഹൃദങ്ങൾക്കും ആതിഥ്യ മര്യാദകൾക്കും പിന്നിൽ ഭയാനകമായ മറ്റൊരു ചതി കൂടി എപ്സ്റ്റീൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. എപ്സ്റ്റീന്റെ വസതികളിലെ കിടപ്പുമുറികളിലും മറ്റ് സൗകര്യ ഇടങ്ങളിലും രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് അവിടെ എത്തുന്ന പ്രമുഖരുടെ സ്വകാര്യ നിമിഷങ്ങൾ എപ്സ്റ്റീൻ പകർത്തിയിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. തന്റെ അതിഥികളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അവർ വഴി നിയമവ്യവസ്ഥയെ സ്വാധീനിക്കാനുമുള്ള ഒരു ആയുധമായാണ് ഈ ദൃശ്യങ്ങൾ അയാൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന പല കാര്യങ്ങളും ഔദ്യോഗികമായ കോടതി രേഖകളിൽ ഉള്ളതല്ല, മറിച്ച് ആളുകൾ പറഞ്ഞുണ്ടാക്കിയ കോൺസ്പിറസി തിയറികൾ മാത്രമാണ്. മനുഷ്യമാംസം ഭക്ഷിക്കൽ, സാത്താൻ സേവ തുടങ്ങിയ കാര്യങ്ങൾ എപ്സ്റ്റീന്റെ ദ്വീപിനെ കുറിച്ച് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പുറമേ നിന്ന് നോക്കിയാൽ ഒരു പുരാതന ക്ഷേത്രം പോലെ തോന്നിക്കുന്ന നീലയും വെള്ളയും വരകളുള്ള കെട്ടിടത്തിന് താഴെ രഹസ്യ അറകളുണ്ടെന്ന് പറയപ്പെടുന്നു. അവിടെ നടന്നത് വെറും പീഡനങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഭീകരമായ റിച്വൽസ് ആണെന്നാണ് ആരോപണങ്ങൾ. അവിടെ നിന്ന് രക്ഷപ്പെട്ട ചിലർ നൽകിയ മൊഴികളിൽ അതിസമ്പന്നർക്ക് വേണ്ടി വിചിത്രവും ഭയാനകവുമായ പല കാര്യങ്ങളും അവിടെ സംഘടിക്കപ്പെട്ടിരുന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എപ്സ്റ്റീന്റെ ദ്വീപിനെ കുറിച്ച് ഇന്റർനെറ്റിൽ പല ഞെട്ടിക്കുന്ന ആരോപണങ്ങളും പ്രചരിക്കുന്നുണ്ട്. മനുഷ്യമാംസം ഭക്ഷിക്കൽ പോലുള്ള അങ്ങേയറ്റത്തെ ക്രൂരതകൾ നടന്നിരുന്നതായും മനുഷ്യരക്തം ഉപയോഗിച്ചുള്ള വിചിത്രമായ ചില ചികിത്സാ രീതികൾ പ്രമുഖർക്ക് അവിടെ നൽകിയിരുന്നതായും പല കോൺസ്പിറസി തിയറികൾ പറയുന്നു. ഔദ്യോഗിക കോടതി രേഖകളിൽ ഇതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ രഹസ്യ അറകളെക്കുറിച്ചും ദുരൂഹമായ സാഹചര്യങ്ങളെക്കുറിച്ചും കേൾക്കുമ്പോൾ ഇത്തരം സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മിസ്റ്ററി ലോകം വിശ്വസിക്കുന്നത്. അത്രമേൽ ഭീകരമായിരുന്നു ആ ദ്വീപിലെ ഓരോ നിമിഷവും. വർഷങ്ങളോളം ഇരുളടഞ്ഞു കിടന്ന എപ്സ്റ്റീന്റെ നിഗൂഢതകൾക്കും ക്രൂരതകൾക്കും ഒടുവിൽ നിയമം വിലങ്ങിട്ടപ്പോൾ ലോകം കരുതിയത് എല്ലാ സത്യങ്ങളും പുറത്തു വന്നു എന്നാണ്. 2005 ഇയാൾ നടത്തിയ ബാലപീഡനങ്ങൾ പുറത്താകുന്നത്. ഫ്ലോറിഡയിലെ പാംബീച്ച് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയായ 14-കാരിയായ ഒരു പെൺകുട്ടിയായിരുന്നു ആദ്യത്തെ പരാതിക്കാരി. 2005 കേസിൽ എപ്സ്റ്റീന്റെ സുഹൃത്തായ മിയാമിയിലെ പ്രോസിക്യൂട്ടർ അലക്സാണ്ടർ അക്സ്റ്റേ സഹായിക്കുകയും ആ കുറ്റങ്ങളിൽ മാത്രം എപ്സ്റ്റീൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. 1.5 വർഷത്തെ തടവാണ് അയാൾക്ക് ലഭിച്ചത്. 13 മാസങ്ങൾക്ക് ശേഷം വർക്ക് റിലീസ് എന്ന പേരിൽ അയാൾ പുറത്തിറങ്ങി. ജയിലിൽ നിന്ന് ജോലിക്ക് പോകാവുന്ന സംവിധാനമാണിത്. ശേഷിച്ച ശിക്ഷാ കാലാവധി അയാൾക്ക് ജയിലിലെ VIP മുറി രാത്രി തങ്ങാനുള്ള ഒരു കേന്ദ്രം മാത്രമായി മാറി. 2018 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികവൃത്തിക്കായി മനുഷ്യക്കടത്ത് നടത്തിയതിന് ഇയാൾ പിടിയിലായി. എപ്സ്റ്റീൻ അറസ്റ്റിലായതോടെയാണ് ലിറ്റിൽ സെയിന്റ് ജെയിംസ് ദ്വീപിലെ ഭയാനകരമായ സത്യങ്ങൾ ലോകത്തിന് മുന്നിൽ ഓരോന്നായി വെളിപ്പെട്ടത്. എന്നാൽ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്ന എപ്സ്റ്റീനെ കേസിന്റെ വിചാരണയ്ക്ക് മുന്നേ 2019 ഓഗസ്റ്റ് 10 മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ കറക്ഷൻ സെന്ററിൽ വെച്ചാണ് ഇത് സംഭവിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രമുഖരുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി വിചാരണ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇല്ലാതായിരിക്കുന്നു. ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ആത്മഹത്യയാണെന്ന് പറയപ്പെടുമ്പോഴും അതാരും അത്ര എളുപ്പത്തിൽ വിശ്വസിച്ചിട്ടില്ല. എപ്സ്റ്റീന്റെ മരണത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന് വിശ്വസിക്കാൻ പോകുന്ന പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ആ രാത്രിയിൽ അയാളെ നിരീക്ഷിക്കേണ്ടിയിരുന്ന CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു എന്നത് വലിയ ചോദ്യചിഹ്നമായി ഇന്ന് നിലനിൽക്കുന്നു. കൂടാതെ ഓരോ 30 മിനിറ്റിലും സെല്ലിൽ പരിശോധന നടത്തേണ്ടിയിരുന്ന ഗാർഡുകൾ ആ സമയത്ത് ഉറങ്ങിപ്പോയി എന്ന വിചിത്ര വാദമാണ് അധികൃതർ നൽകിയത്. തന്റെ സുഹൃത്തുക്കളായിരുന്ന പ്രമുഖരുടെ പേരുകൾ കോടതിയിൽ വെളിപ്പെടുത്താതിരിക്കാൻ എപ്സ്റ്റീന് ആരോ
കൊലപ്പെടുത്തിയതാണ് എന്നാണ് ഇന്നും ലോകത്തിലെ വലിയൊരു ഭാഗം പേരും വിശ്വസിക്കുന്നത്. എപ്സ്റ്റീൻ മരിച്ചെങ്കിലും ആ ഫയലുകൾ എന്നും ലോകത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ പങ്കാളിയായ ഗിസ്ലൈൻ മാക്സ്വെലിനെ പിന്നീട് കോടതി ശിക്ഷിച്ചെങ്കിലും ആ ലിസ്റ്റിലുണ്ടായിരുന്ന പല വമ്പൻ സ്രാവുകളും ഇന്നും നിയമത്തിന് പുറത്താണ് എന്നതാണ് കഷ്ടം. ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളികൾക്ക് പൂർണ്ണമായ നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ ഒരു മുന്നറിയിപ്പാണ്. സത്യം എത്ര ആഴത്തിൽ കുഴിച്ചുമൂടിയാലും അതൊരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും. എപ്സ്റ്റീൻ ഫയലുകൾ എന്നത് കേവലം രാഷ്ട്രീയ ആരോപണങ്ങളോ ചീഞ്ഞളിഞ്ഞ സൗഹൃദങ്ങളുടെ പട്ടികയോ മാത്രമല്ല. അത് ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒന്നാണ്. പണവും അധികാരവും ഉണ്ടെങ്കിൽ നിസ്സഹായരായ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളെയും ജീവിതത്തെയും കശാപ്പ് ചെയ്യാമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ക്രൂരതയുടെ സാക്ഷ്യപത്രമാണ്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന വ്യക്തി ഇല്ലാതായെങ്കിലും അയാൾ പടുത്തുയർത്തിയ ഇരുണ്ട ചിന്താഗതികൾ എന്നും നമ്മുടെ സമൂഹത്തിന്റെ പല കോണുകളിലും മറഞ്ഞിരിക്കുന്നുണ്ടാകാം. ആ കുഞ്ഞുങ്ങളുടെ തകർന്ന ജീവിതങ്ങൾക്ക് പകരമാകാൻ ഈ വെളിപ്പെടുത്തലുകൾക്ക് കഴിയില്ലെങ്കിലും ലോകത്തിന് മുന്നിൽ ആ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുക എന്നത് നീതിയുടെ ആദ്യത്തെ വിജയമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു മിസ്റ്ററി ഫയലുമായി വീണ്ടും കാണാം.